ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി വലമ്മ, മീമിൻ്റെ മേലെ ശദ്ദ് വന്നു, 2 ഖദർ മണിക്കേണ്ടതാണ്. ജാഅഹും അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം, 4 5 ഖദർ നീട്ടേണ്ടതാണ്. കിതാബും മിൻ, തെൻവീന് ശേഷം മീമ് വന്നു. മീമ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഇൻദില്ലാഹി, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, തെൻവീന് ശേഷം ലാമു വന്നു. അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ് നിയമം. വകാനൂ മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. അതോടൊപ്പം തന്നെ മണിക്കുമ്പോൾ നാം കനപ്പിച്ചുകൊണ്ട് മണിക്കേണ്ടതാണ്. കാരണം ഖാഫ് ഇസ്തിഅലാഇൻ്റെ കനപ്പിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ്. മിൻ ഖബ്ലു, കൂടാതെ ബാഇൻ്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. ഫലമ്മാ ജാഅഹും, ശദ്ദുള്ള മീമിനെ 2 ഖദർ മണിക്കേണ്ടതാണ്. ജാഅഹും ദീർഘിപ്പിക്കേണ്ടതാണ്. 4 5 ഖദർ നീട്ടണം. അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. ജാഅഹും, സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാം അഷ്ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്നൊക്കെ ഈ ഇദ്ഗാമിനെ പറയും. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, നിർത്തുകയാണെങ്കിൽ 2 4 6 ഖദർ നീട്ടാവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, കിതാബുൻ, ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥം, മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, മുസ്വദ്ദിഖുൻ, സത്യമാക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന, ലിമാ മഅഹും, അവരുടെ കൂടെ ഉള്ളതിനെ, വകാനു,
അവരായിരുന്നു താനും മിൻ ഖബുൽ മുമ്പ് യസ്തഫ്തിഹൂൻ അവർ വിജയം അർത്ഥിക്കും അലല്ലദീന യാതൊരു കൂട്ടർക്ക് എതിരിൽ കഫറു അവർ അവിശ്വസിച്ചു ഫലമ്മാ ജാഅഹും എന്നിട്ട് അവർക്ക് വന്നപ്പോൾ മാ അറഫു അവർക്കറിയാവുന്നത് കഫറൂ ബിഹ് അതിൽ അവർ അവിശ്വസിച്ചു ഫലഅനത്തുല്ലാഹി ആകയാൽ അള്ളാഹുവിൻ്റെ ശാപം അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ ഉണ്ടായിരിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 89 ആയത്തിന്റെ അർത്ഥം തങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു താനും. അങ്ങനെ അവർക്കറിയാവുന്ന കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയായി. ആകയാൽ അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 89 ആയത്തിന്റെ അർത്ഥം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും ആ പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന അന്ത്യപ്രവാചകനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള യഹൂദികൾ അവർ ഒടുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വസിച്ചവരുമായി ബന്ധപ്പെട്ട പരാമർശം ഉൾക്കൊള്ളുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൗരവമായ താക്കീതുകളാണ് സൂറത്തുൽ ബഖറയുടെ ഈ 89 ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ച, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിശ്വസിച്ച ഈ യഹൂദികളെ കുറിച്ച്, അവരെ കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് ഇവിടെ ഈ 89 ആയത്ത്. ഇവിടെ ആയത്തിലൂടെ യഹൂദികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും തങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ, അതായത് യഹൂദികളുടെ കൈവശമുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്നപ്പോൾ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു താനും. അതായത് ഇനി വരാനുള്ള ഈ ഒരു പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു ഈ യഹൂദികൾ. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹ് അങ്ങനെ അവർക്കറിയാവുന്ന കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയായി. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്നപ്പോൾ അവർ ആ പ്രവാചകനിൽ അവിശ്വസിച്ചു. അതുകൊണ്ട് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ ആകയാൽ അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കുമെന്ന്. സഹോദരങ്ങൾ, ഇതാണ് മൊത്തത്തിൽ സൂറത്തുൽ ബഖറയുടെ 89 ആയത്ത് പ്രധാനമായും നമ്മെ അറിയിക്കുന്ന വിഷയങ്ങൾ. ഈ കാര്യം അല്പം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായി കൊണ്ട് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.